السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له، ومن يضلل فلن تجد له وليا مرشدا. أما بعد فإن أصدق الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وفي روايته وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സത്യവിശ്വാസികളെ, ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മതമായ ഇസ്ലാമിനെ സംബന്ധിച്ചും ആ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിശ്വാസ കർമ്മ അനുഷ്ഠാന ആചാരങ്ങളെ സംബന്ധിച്ചും നാം പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിക്കൊണ്ട് മരണപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നാം ഒത്തുകൂടിയിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിൽ എല്ലാ ഖൈറും ബർക്കത്തും നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ പരസ്പരം ഒരുമിച്ചിരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മളിവിടെ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നമുക്ക് നഷ്ടമല്ല, മറിച്ച് ലാഭം മാത്രമേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ വസന്തകാലം എന്നറിയപ്പെടുന്ന വിശുദ്ധ റമദാൻ അത് ഒരു വെളിപ്പാടകലെ കാത്തിരിക്കുകയാണ്. റജബ് കഴിഞ്ഞു, ഷഅബാനിലേക്ക് പ്രവേശിച്ചു, അല്ലെ? ഇനി ദിവസങ്ങൾ അത് മണിക്കൂറുകളെ പോലെ, മിനിറ്റുകളെ പോലെ പെട്ടെന്ന് അവസാനിക്കും. വരാൻ പോകുന്ന പരിശുദ്ധ റമദാൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തിന്റെ ഉത്സവ കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം, പൂരം ഒക്കെ നടക്കുകയാണെങ്കിൽ അതിന്റെ കമ്മിറ്റിക്കാർക്കും അതുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും ഒക്കെ ദിവസങ്ങൾക്ക് മുമ്പേ എന്തുണ്ടാവും? സന്തോഷമായിരിക്കും. അതിനുവേണ്ടി ഒരുങ്ങും, തിരക്ക് കൂട്ടും. അത് മുഴുവനും അല്ലാഹു തആലയുടെ കോപത്തിനിരയാകുന്ന, ശാപത്തിനിരയാകുന്ന, മാത്രമല്ല മുഴുവൻ സംസ്കാരങ്ങളെ നശിപ്പിക്കുന്ന ഒരു ഉപകാരവുമില്ലാത്ത സംരംഭങ്ങളാണ്.
എന്നാൽ ഈ ഒരുക്കം എന്ന് പറയുന്നത് അങ്ങനെയല്ല. മറിച്ച് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ കൊണ്ട് മാമാങ്കം കൊണ്ടാടാനുള്ള ഉത്സവ ദിനങ്ങൾ തന്നെയാണിത്. കാരണം പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമാണ്. നമ്മുടെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുന്ന രൂപത്തിൽ നമുക്ക് ഇബാദത്തുകളിൽ, കർമ്മങ്ങളിൽ അല്ലാഹു പ്രതിഫലം നൽകുന്ന മാസമാണ്. അതുകൊണ്ട് അതിലേക്ക് വേണ്ടി നാം ഇപ്പോൾ തന്നെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും ഒരുങ്ങുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മുടെ ദർസിൽ ഇൻഷാ അല്ലാഹ് നാം പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, റജബ് മാസത്തിൽ ധാരാളമായി സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്രാ മിഅ്റാജ് എന്ന പേരിൽ ആ യാത്രകൾ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പല അവ്യക്തതകളും അന്ധവിശ്വാസങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ സമസ്ത മുസ്ലിയാക്കന്മാര് ആ യാത്രകളെ വിവരിക്കുമ്പോൾ ആളുകൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന അറിവ്. എന്നാൽ യഥാർത്ഥത്തിൽ മുജാഹിദുകളായ, സലഫികളായ നമ്മൾ അത്തരത്തിലുള്ള കാലഹീലകളും സ്വീകാര്യമായ സനദുകളിലൂടെ വരാത്ത റിപ്പോർട്ടുകളും ഒക്കെ ഒഴിവാക്കി വിശുദ്ധ ഖുർആനും അതിന് സ്വീകാര്യമായ തഫ്സീറുകളും സ്വഹീഹായ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ള ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള റിപ്പോർട്ടുകളും മാത്രമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു ഭൗതികമായ യാത്രയല്ല. ഭൗതിക യാത്ര എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാനും അറിയാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന യാത്രയാണ്. എന്നാൽ ഇത് തികച്ചും ഒരു അഭൗതികമായ യാത്രയാണ്. തികച്ചും ഇത് ഒരു ഗൈബിയായ യാത്രയാണ്. ആ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കണ്ണുകൊണ്ട് കണ്ട് ഈ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് സ്വഹാബത്തിന് മുമ്പിൽ വിശദീകരിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഗൈബിയായ കാര്യങ്ങളാണ്. ഗൈബിയായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയ വ്യവസ്ഥക്കുള്ളിൽ പെട്ടതല്ല. ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ വഹ്യ് നിർബന്ധമായി നമ്മൾ അവലംബിക്കണം. എന്താണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യത്തിൽ പറഞ്ഞത്, എന്താണോ അല്ലാഹു തആല അവന്റെ കലാമിലൂടെ നമുക്ക് പറഞ്ഞത്, അത് നമ്മൾ സമീന വഅതൈന കേൾക്കുക, വിശ്വസിക്കുക. അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്നും അത് ഈമാനുള്ള വിശ്വാസികളുടെ അടയാളമാണ് എന്നും വിശുദ്ധ ഖുർആൻ 35-ാം അധ്യായം സൂറത്ത് ഫാത്തിറിന്റെ 18-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. 36-ാം അധ്യായം 11-ാമത്തെ ആയത്തിലൂടെ, അഥവാ സൂറത്ത് യാസീൻ അതിലെ 11-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല ഈ കാര്യം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ അദ്ദിഖറ വഖശിയ അർറഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അവിടെയും അല്ലാഹു പറഞ്ഞു, ഇന്നമാ തീർച്ചയായും തുൻദിറു മൻ ഇത്തബഅ അദ്ദിഖറ, ഉത്ബോധനം പിൻപറ്റുന്നവർ ആരാണ്? വഖശിയ അർറഹ്മാന ബിൽ ഗൈബി, ഗൈബിയായ നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഉത്ബോധനം ഇത് പിൻപറ്റാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവർക്ക് സ്വർഗത്തെക്കുറിച്ച് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. മാത്രമല്ല ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, അവന് ഉദാരമായ രൂപത്തിൽ അല്ലാഹു തആല പാപങ്ങൾ പുറത്തു കൊടുക്കുകയും മാത്രമല്ല മാന്യമായ രൂപത്തിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടി ഒരു സ്വർഗീയ ആരാമം തന്നെ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കാണ്?
ഗൈബിൽ വിശ്വസിക്കുന്നവർക്കുള്ള സന്തോഷയാത്രയാണ്. ഇങ്ങനെ അനവധി ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. എന്തിനാണ് ഞാൻ 2 ആയത്ത് ആമുഖത്തിൽ ഓതിയതെന്ന് ചോദിച്ചാൽ, ഇസ്രാ മിഅ്റാജ് എന്നത് രണ്ടും നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ നടന്ന കാര്യമാണ്, ഒരിക്കലും അധീനമല്ല. അതുകൊണ്ട് തന്നെ അൽ ഇസ്രാ എന്ന് പറഞ്ഞാൽ രാപ്രയാണം അഥവാ രാവു യാത്ര. അൽ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശ ആരോഹണം അഥവാ വാനയാത്ര. അവ 2 യാത്രകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഒന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മസ്ജിദുൽ ഹറമിൽ നിന്ന് നടത്തിയ യാത്രക്കാണ് രാവ് യാത്ര എന്ന് പറയാം. ഏതാ രാവ്? ഇശാ കഴിഞ്ഞ് ഫജ്റിന് മുമ്പുള്ള സമയമാണ് രാവ്. ആ സമയത്ത് നടത്തിയ യാത്രയാണ് രാവ് യാത്ര. ഈ യാത്രയിൽ തന്നെയാണ് അവിടെ നിന്ന് അൽ മിഅ്റാജ് അഥവാ ആകാശത്തേക്കുള്ള യാത്ര നടത്തിയത്. അപ്പൊ ഈ 2 യാത്രകളും ഒരു രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നീട് അവിടെ നിന്ന് ആകാശലോകത്തേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച യാത്രയാണ്. മാത്രമല്ല തിരിച്ച് സുബ്ഹി നമസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഫജ്റോടുകൂടി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം എന്താ, 1 മാസക്കാലം ദൂരമുണ്ട് എവിടേക്ക്? മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അപ്പോ 1 മാസക്കാലത്തെ ഈ യാത്ര എങ്ങനെ പ്രവാചകൻ, ഒരു വാഹനമില്ല, മറ്റു സംഗതികളൊന്നുമില്ലാതെ റസൂല് എങ്ങനെ പോയി വന്നു? ഇനി എത്ര വാഹനം ഉണ്ടെങ്കിലും അത് സാധ്യമല്ല അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ ഈ യാത്രകളെ കുറിച്ച് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളതിനെ പല ആളുകളും നിഷേധിച്ചു. റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ചു. പല സ്വഹാബികളിൽ പോലും മക്കത്തെ മുശ്രിക്കുകളും മുനാഫിക്കുകളും വസ്വാസം ഉണ്ടാക്കി. പല ആളുകൾക്കും തോന്നി, എന്താ ഇപ്പൊ മുഹമ്മദ് നബി പറഞ്ഞ് അവസാനം നമുക്കിപ്പോ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കൊക്കെ കാര്യങ്ങൾ പോകണ്ടോന്ന് ചിന്തിച്ചു പോയി പലരും. കാരണം എന്താ, അത്രത്തോളം വസ്വാസം ഉണ്ടാക്കാൻ പറ്റിയൊരു മേഖലയാണ്. അവിടെയാണ് ഗൈബിന്റെ പ്രസക്തി, അവിടെയാണ് വഹീൽ അംഗീകരിക്കൽ, അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ പൂർണ്ണമായ കീഴുതൽ. ഒരു ഈമാന്റെ ഭാഗമാണത്. അതുകൊണ്ട് തന്നെ മിഅ്റാജിനെ സംബന്ധിച്ചും ഇസ്രാഇനെ സംബന്ധിച്ചും ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാ 17-ാം അധ്യായം ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച 1-ാമത്തെ ആയത്ത്, അതാണ് ഇസ്രാഇനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്, അല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. തന്റെ ഇഷ്ടദാസനായ മുഹമ്മദ് നബിയെ ഒരു രാത്രിയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ചവനാകുന്നു അവൻ. ആര്? അല്ലാഹു. പിന്നീട് അല്ലദീ ബാറക്നാ ഹൗലഹു, അല്ലാഹു തആല പരിസരങ്ങളെ എന്താണ് പവിത്രമാക്കിയിട്ടുണ്ടത്, ബർക്കത്തുള്ള പവിത്രമായ അനുഗ്രഹീതമായ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുകയാണ്. ഇനി മിഅ്റാജിനെ കുറിച്ച് ഖുർആനിൽ എവിടെങ്കിലും ഉണ്ടോ? ഹദീസിന് കുറേ ഉണ്ട്. മിഅ്റാജിനെ കുറിച്ച് ഖുർആനിലുണ്ട്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മ് 53-ാമത്തെ അധ്യായം അതിലെ 11 മുതൽ 18 വരെയുള്ള ആയത്ത് ഈ മിഅ്റാജിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മാ കദബൽ ഫുആദു മാ റആ അഫതുമാഊനഹു അലാ മാ യറാ വലഖദ് റആ വനസ്ലതൻ ഉഖ്റാ ഇൻദഹാ സിദ്റത്തുൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ إذ يغشى السدرة ما يغشى ما زاد البصر ما طغى لقد رأى من آيات ربه الكبرى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഹമ്മദ് നബി അഥവാ അല്ലാഹുവിന്റെ റസൂൽ ആ കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. അപ്പൊ കാഴ്ച കാണുകയാണ്, സ്വപ്നമല്ല, മറിച്ച് കണ്ണുകൊണ്ട് കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. എന്നിരിക്കെ അദ്ദേഹം നേരിൽ കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? അല്ലോ,
നേരിൽ കണ്ട കാര്യത്തെക്കുറിച്ച് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ തർക്കിക്കുകയാണോ? അതേപോലെ തന്നെ മറ്റൊരു ഇറക്കത്തിൽ അദ്ദേഹം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്. ഇത് മെഹ്റാജിന്റെ ആ രാത്രിയെ സംബന്ധിച്ചാണെന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താ സിദ്റത്തുൽ മുൻതഹ, സ്വർഗത്തിന്റെ അറ്റത്തുള്ള ഇലന്ത മരത്തെ കുറിച്ച് ഖുർആൻ അവിടെ പറഞ്ഞു. എന്നിട്ട് അവസാനം വ്യക്തമായി തന്നെ പറഞ്ഞു. എന്ത്? ഈ ആയത്തിന്റെ അവസാനത്തിൽ കാണാം, ലഖദ് റആ മിൻ ആയാതി റബ്ബിൽ ഖുബറാ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ചില ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. അപ്പോ മെഹ്റാജ് യാത്രയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ് ഇത്. അപ്പൊ ഖുർആനിലും ഹദീസിലും ഉണ്ട്. പിന്നെ എന്തിനാ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യം? ഇനി ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസാഇ, ഇബ്നു മാജ, പ്രഗൽഭമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞതാണ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. പിന്നെ ഈ പറഞ്ഞ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ കുത്തുബ് സിത്തയിൽപ്പെട്ടതാണ്. ഇതിൽ വന്നിട്ടുണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാരാ? ഉമർ, അലി, ഇബ്നു മസ്ഊദ്, അനസ് ഇബ്നു മാലിക്, അബൂ ഹുറൈറ, അബൂ ദർ, അബ്ബാസ് റളിയല്ലാഹു അൻഹു മജ്മഈൻ, ഈ പ്രഗൽഭരായ സഹാബികൾ. ഉമ്മു ഹാനിയ, അസ്മാ റളിയല്ലാഹു അൻഹ, രണ്ട് സ്വഹാബ വനിതകൾ. അപ്പൊ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ നിന്ന് മുത്തവാത്തിറായി വന്നത്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റപ്പെട്ടതല്ല, അനവധി സ്വഹാബികളിലൂടെ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം തന്നെ ഉണർത്തുകയാണ്. ഇനി ഈ മെഹ്റാജുമായി ബന്ധപ്പെട്ടുകൊണ്ടും റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ധാരാളം അനാചാരങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. റജബിന്റെ ആദ്യത്തെ 10 ദുആ, നടുവത്തെ 10 ദുആ, അവസാനത്തെ 10 ദുആ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ദുആകൾ കാണാം വാട്സപ്പിലൊക്കെ അയച്ചു തരുന്ന ആൾക്കാർ. ഒന്നും നമ്മൾ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ട ദുആയാണ് എന്ന് വിചാരിച്ച് നമ്മളത് ചെയ്താൽ ബിദ്അത്താവും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയിൽപ്പെടാത്തൊരു കാര്യം ആരാണോ കൊണ്ടുവരുന്നത് അത് പുറങ്കാല് കൊണ്ട് എന്ത് ചെയ്യണം? തട്ടിക്കളയണം. അത് ഒരിക്കലും സ്വീകരിക്കരുത്. കാരണം അത് ബിദ്അത്താണ്. അപ്പൊ അതുകൊണ്ട് മെഹ്റാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക നോമ്പില്ല. റജബില് മെഹ്റാജ് നോമ്പ് എന്നൊരു നോമ്പില്ല. മെഹ്റാജ് മൗലിദ്, അങ്ങനെ മൗലിദില്ല. മെഹ്റാജിന് വേണ്ടിയിട്ട് പ്രത്യേക സദ്യ, അങ്ങനെ സംഗതി ഇല്ല. മെഹ്റാജ് സമ്മേളനം അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ്. മെഹ്റാജിന്റെ ദിക്റുകൾ, റജബിലെ ദിക്ർ, പ്രത്യേകമായ ദിക്ർ, അങ്ങനത്തെ ഒരു ദിക്റും പ്രത്യേകം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. റജബിന്റെ ആദ്യത്തെ ആഴ്ചത്തെ വെള്ളിയാഴ്ചയിൽ 12 റക്അത്ത്, പിന്നുള്ളത് 100 റക്അത്ത്, ഇങ്ങനെ ഒരു നമസ്കാരവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഇമാം ബുഖാരിയുടെ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. അതിന്റെ മുസന്നിഫാണ് ആര്? ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയുന്നു എന്ത്? വ്യക്തമായിക്കൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, തുബയ്യിനുൽ അജബ ബിമാ വറദ ഫീ ഫദ്ലിഹി റജബ്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില ആശ്ചര്യമുണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടോ? ആശ്ചര്യം എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം അതിനെപ്പറ്റി പറയാം. അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു കിതാബാണ്. വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഒന്നും തന്നെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് വ്യക്തമായി അദ്ദേഹം പറയുകയാണ്. ലം യരിദ് ഫീ ഫളിൽ റജബിൻ വലാ സിയാമിഹി. റജബിൽ നിന്ന് ഒന്നും പ്രത്യേകമായ ഒരു നോമ്പും പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാ സിയാമി ശൈഅൻ മുഅയ്യൻ, ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാ ഖിയാമിൽ ലൈലത്തി മഖ്സൂസ, രാത്രിയുള്ള പ്രത്യേകമായ നമസ്കാരവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഫീഹി ഹദീസുൻ സ്വഹീഹ് യസ്ലുബുൽ ഹുജ്ജ, തെളിവിന് കൊള്ളാവുന്ന ഒരു ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അസ്കലാനി. ശാഫി മദ്ഹബുകാർ പ്രത്യേകം സ്വീകരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ്. ഇനി മാത്രമല്ല അദ്ദേഹം പറയാണ്, ഫഇഅല ഖിസ്മി,
രണ്ട് നിലക്കാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ. രണ്ട് നിലക്കാണ് ഈ വിഷയത്തിൽ ഹദീസ് വന്നിട്ടുള്ളത്. ഒന്ന് ലഈഫൻ, പൂർണ്ണമായും ലഈഫ്, ദുർബലമായ ഹദീസ്. രണ്ട് വമൗദൂഅൻ, കെട്ടി ഉണ്ടാക്കിയത്. അപ്പൊ രണ്ടും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രാമാണികമായ ഉസൂൽ അനുസരിച്ചുകൊണ്ട് ഒരിക്കലും അമല് ചെയ്യാനോ വിശ്വസിക്കാനോ പറ്റാത്തതായ മേഖലയിലുള്ള ഹദീസാണ്. ഒന്ന് മൗദൂഅ്, മറ്റൊന്ന് ലഈഫ്. ശേഷം ഈ കിതാബിൽ ഉദാഹരണമായി അദ്ദേഹം കൊടുത്തതാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞത്. ആദ്യത്തെ 10 ദിക്ർ, നടുവത്തെ 10 ദിക്ർ, അവസാനത്തെ ദിക്ർ, അതേപോലെ തന്നെ പ്രത്യേക സൽക്രമങ്ങൾ, പ്രത്യേക നിസ്കാരങ്ങൾ, പ്രത്യേക നോമ്പ്, ഒന്നിനും തെളിവില്ല. നോക്കൂ നിങ്ങൾ. എന്നാൽ 4 മാസങ്ങളിൽ പവിത്രമായ മാസമാണിത്. 12 മാസങ്ങളിൽ അർബഅത്തുൻ ഹുറൂം എന്ന് ഖുർആൻ പറഞ്ഞില്ലേ, ആ പവിത്രമാക്കിയ മാസത്തിൽപ്പെട്ടതാണ് റജബ്. അതുകൊണ്ട് തന്നെ അന്ന് യുദ്ധം, അക്രമങ്ങൾ ഒക്കെ എന്താണ് അല്ലാഹു തആല നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റു മാസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്രമത്തെക്കാൾ പുണ്യം എന്തിനുണ്ട്? ഈ 4 മാസങ്ങളിൽ ചെയ്യുന്ന സൽക്രമങ്ങൾക്കുണ്ട്. മറ്റു മാസങ്ങളിൽ നാം ചെയ്യുന്ന തിന്മയേക്കാൾ ശിക്ഷ ഈ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്കുണ്ട്. രണ്ടിനും പ്രത്യേകത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമാണ് ശിക്ഷയിൽ ഈ മാസത്തിലെ തിന്മ എന്നുള്ളത് കൊണ്ട് പരമാവധി തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെയാണ് ഇതിൽ നിന്നുള്ള ഗുണപാഠങ്ങളായി നമുക്ക് കിട്ടേണ്ടത്. ഇത് മാത്രമല്ല, മുഹമ്മദ് ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഈ 12 മാസവും സ്വന്തത്തോട് അതിക്രമം ചെയ്യരുത്, എന്നാൽ 4 മാസം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഖുർആൻ ഹദീസ് ഇതിലൂടെ കൽപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ റജബിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇത് മക്കത്തെ മുശ്രിക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അത് ഇസ്ലാമിക ശരീഅത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായി അത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, ലാ ഫറഅ വലാ അതീറ. ലാ ഫറഅ, ഒരിക്കലും ഫറഅ ഇല്ല, വലാ അതീറ, അതീറയുമില്ല. എന്താണ് ഫറഅ എന്ന് പറഞ്ഞാൽ? അത് ഒട്ടകത്തിന് ആദ്യമുണ്ടാകുന്ന കുട്ടിയെ അവിടെ ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി ഒക്കെ പോലുള്ള വിഗ്രഹങ്ങളുണ്ടല്ലോ, ആ ബിംബങ്ങൾക്ക് എന്ത് ചെയ്യാണ്, മുമ്പിൽ കൊണ്ടുപോയി അറുത്ത് നേർച്ചയാക്കുക. അതാണ് ഫറഅ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി പറഞ്ഞില്ല ഫറഅ. ഇസ്ലാമിൽ അങ്ങനെ എന്തില്ല, മഹാത്മാക്കളുടെയോ സ്വാലിഹീങ്ങളുടെയോ പുണ്യപുരുഷന്മാരുടെയോ പേരിലോ അവരുടെ ചാരങ്ങളുടെ പേരിലോ കല്ലിന്റെ പേരിലോ ബിംബത്തിന്റെ പേരിലോ ഒന്നും എന്തില്ല, ഒരു അറവോ നേർച്ചയോ ഇല്ല. കാരണം അതെല്ലാം ഇബാദത്താണ്, അത് അല്ലാഹു തആലക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. പിന്നെ അതീറത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറവ് നടത്തുക. അത് മക്കത്തെ മുശ്രിക്ക് ചെയ്തിരുന്നു. റസൂലുള്ളാഹി വരുന്നതിന് മുമ്പേ റജബിന്റെ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പൊ ആ മാസത്തിൽ പ്രത്യേകമായി അറക്കുക. നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ പേരിൽ റമദാൻ 17 അറവടക്കുണ്ടല്ലോ, അതേപോലെ മക്കത്തെ മുശ്രിക്ക് ചെയ്തിരുന്ന ഒരു അന്ധവിശ്വാസവും ദുരാചാരവുമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്തുമായി വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ നിരോധിച്ചിട്ടുണ്ട്. ഖാല ഇദ്ഹബു ഫി അയ്യി ശഹരിൻ മാ കാൻ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മുസ്നദ് അഹ്മദിൽ പറയുന്നു, ഈ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുകയാണെന്ത്, ഖാല ഇദ്ഹബു ഫി അയ്യി ശഹരിൻ മാ കാൻ. ഏത് മാസങ്ങളിലും നിങ്ങൾ അറുത്തോളൂ. അറവ് നമുക്ക് ഏത് സമയത്തും നടത്താം, അതിന് പ്രത്യേകമായിട്ടൊന്നും എന്തില്ല, നിബന്ധനകളില്ല. എന്നാൽ റജബിൽ പ്രത്യേകമായൊരു അറവ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് പ്രമാണം വേണം. പ്രമാണത്തിൽ അതില്ല. അക്കീക്ക അറക്കുന്നതിന് പ്രമാണമുണ്ട്, ഉദുയ്യത്ത് അറക്കുന്നതിന് പ്രമാണമുണ്ട്, അല്ലെ? ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുമ്പോൾ അറക്കുന്നതിന് പ്രമാണമുണ്ട്, അല്ലെ? ഇതൊക്കെ പ്രമാണമുള്ളതാണ്. എന്നാൽ പ്രമാണമില്ലാത്ത ഈ അറവ് റജബിൽ പ്രത്യേകമായി ചെയ്യുന്നത് തെറ്റാണ്. ഇനി ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹറശത ഇബ്നുൽ ഹുറ റളിയല്ലാഹു അൻഹ, ഹർഷത്ത് ഇബ്നു ഹുറ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു ഉമറ യളിബു. റജബ് മാസത്തിൽ നോമ്പ് നോൽക്കുന്ന ആളുകളെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും, പിന്നെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ചെയ്യും. എന്നാൽ
നിർബന്ധമായിട്ട് നോമ്പാണ് മുറിപ്പിക്കും. അപ്പൊ സുന്നത്തായ വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പ് എന്ന കർമ്മം അതിനെ ഉമർ റളിയല്ലാഹുവിന് മുറിക്കാൻ അദ്ദേഹം എന്താ ഇസ്ലാമിനോട് എതിരുള്ള ആളായിരുന്നോ? അദ്ദേഹം വാദപ്രകാരം പുത്തൻവാദിയായിരുന്നോ? അതൊന്നല്ല. ഇത് ബിദഅത്തായ നോമ്പാണ്. ആ നോമ്പാണെന്ന് പറഞ്ഞ കാര്യമില്ല. ബിദഅത്ത് ചെയ്താൽ നമ്മൾ ആമുഖത്തിൽ ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം ഖുതുബത്തുൽ ഹാജയിൽ പറഞ്ഞ കാര്യം എന്താ? കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ പുത്തനാചാരങ്ങളും വഴികേടിലാണ്, വഴികേട് നരകത്തിലേക്കുള്ളതാണ്. അപ്പോ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഇവിടെ നമ്മളത് മനസ്സിലാക്കണം. മാസമാണ്, അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിൽ ഒരിക്കലും നമ്മൾ കാണാൻ പാടില്ല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇനി റഗായിബ് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് റജബിൽ പ്രത്യേകമായി നമസ്കരിച്ചിരുന്ന ഒരു 12 റക്അത്ത് നമസ്കാരമുണ്ട്. ഇതിന് വല്ല പ്രമാണമുണ്ടോ? ഇല്ല. നമ്മുടെ കുടുംബത്തിലൊക്കെ പല സ്ത്രീകളും പ്രാധാന്യത്തിൽ ചെയ്യുന്ന കാര്യമാണിത്. ഈ റജബ് 27 നോമ്പ് പോലെ തന്നെ ചെയ്യുന്ന കാര്യമാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ഷറഫ് നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഅ് മുഅദ്ദബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. കേട്ടോളൂ. അസ്സലാത്തുൽ മഅരിഫത്തു വസ്സലാത്തു റഗായിബു വഹിയ 12 റകഅത്തൻ തുസല്ലി ബൈനൽ മഅരിബ് വൽ ഇശാ അൽ-ലൈലത്തിൽ അവ്വലി ജുമഅത്തൽ ഫി റജബ്. എന്താ പറയുന്നത്? റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മഅരിബ് നമസ്കാരത്തിനിടയിൽ ഇശാഇന് മുമ്പ് 12 റകഅത്ത് നമസ്കരിക്കുക. അതേപോലെ ശഅബാൻ പകുതിയിൽ 100 റകഅത്ത് നമസ്കാരവും. അപ്പൊ റജബിലെ 12 റകഅത്തും അതേപോലെ തന്നെ എന്താണ് നിസ്ഫു ശഅബാനി 100 റകഅത്തിൻ, ശഅബാന്റെ പകുതിയിൽ 100 റകഅത്തും. അങ്ങനെ 2 തരം നിസ്കാരമാണ്. ഒന്ന് 100 റകഅത്ത് ശഅബാൻ 15-ല്, പിന്നെ റജബ് ആദ്യത്തെ വെള്ളിയാഴ്ച 12 റകഅത്ത് മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ. മഹാനായ ഇമാം നബവിയാണ് പറയുന്നത്, ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല, കേരളത്തിൽ വിജയപ്രസ്ഥാനം കൊണ്ടുവന്നു പറഞ്ഞ കെ എം മൗലവി അല്ല, പിന്നെ ആരാ? ഷാഫി മദ്ഹബിലെ അംഗീകരിക്കപ്പെടേണ്ട പ്രഗത്ഭ പണ്ഡിതൻ നബവി അഥവാ രണ്ടാം ഷാഫി എന്നപ്പെടുന്ന നബവി ഇമാം റഹ്മത്തുള്ളാഹി ശറഅ് മുഅദ്ദബിൽ പറയുന്നു. അദ്ദേഹം ഇത് വിശദീകരിച്ച് പറയാണ്. കേട്ടോളൂ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ശക്തമായി പറയാണ്, വആതാനി സ്വലാതാനി ബിദ്അതാനി വമുൻകറതാനി വഖബീഹതാനി. എന്താണ്? ആത്താനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറത്താനി വഖബീഹത്താനി. അദ്ദേഹം വ്യക്തമായി പറയാണെന്ത്? ഇത് വെറുക്കപ്പെട്ടതും പുത്തനാചാരവും ചില കിതാബുകളിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കടത്തിക്കൂട്ടിയതുമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാ യുഅ്തറു ഫീ ദിക്രിഹിമാ ഫീ കിതാബി ഖൂത്തിൽ ഖുലൂബി വഇഹ്യാഉ ഉലൂമുദ്ദീൻ. ഖൂത്തിൽ ഖുലൂബിനും ഇഹ്യാഉ ഉലൂമുദ്ദീൻ എന്ന ചില ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് മനസ്സിലാക്കാതെ ചില ആളുകൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അത് വ്യക്തമായി പറയാണ്. ഇനി അദ്ദേഹത്തിന്റെ അൽ മജ്മൂ എന്ന ശറഅ് മുസ്ലിമിന് അദ്ദേഹം ശറഅ് എഴുതിയ ഗ്രന്ഥമാണ് അൽ മജ്മൂ. അതിൽ പറയുകയാണെന്ത്? ഖാത്തലല്ലാഹു വാദിയഹു ഔ മുഖ്തറഅഹുമാ. ഈ റജബിൽ പ്രത്യേക നമസ്കാരം ഉണ്ടാക്കിയവനെ അള്ളാഹ് ശപിക്കട്ടെ. നാലിജോഗിങ്ങള് നമസ്കാരത്തെ മുന്നുള്ള കാര്യ അല്ലേ? അവൻ നമ്മളെ പറ്റി സമസ്തയിലെ മുസ്ലിയാക്കന്മാര് സാധാരണ സുന്നിയാളോട് പറഞ്ഞു കൊടുക്കും. നമ്മുടെ കുടുംബത്തിലെ ഭാര്യമാര്, മക്കള്, എളാപ്പ, മൂത്താപ്പ, മഹല്ലത്തെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ, ഓരോട് മദ്രസിലും ക്ലാസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കൽ എന്താ? വഹാബിയാള് ദീനിനെ വെട്ടിച്ചുരുക്കുന്ന ആൾക്കാരാണ്, ഇസ്ലാമിനെ വെട്ടിച്ചുരുക്കുന്ന ആൾക്കാരാണ്. സ്വലാത്ത് പോലും വേണ്ടാന്ന് പറഞ്ഞ്, തറാവീസ്കാരം 11-നപ്പുറം വേണ്ടാന്ന് പറഞ്ഞ്, അതേമാതിരി ദിക്റുകൾ വേണ്ടാന്ന് പറഞ്ഞ്, മയ്യത്തൊണ്ടു പോകുമ്പോ ദിക്റല്ല, അങ്ങനെ എല്ലാം നല്ലതിനെ മുടക്കിയതാ. അപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് ആയി ഇസ്ലാമിൽ കയറി കൂടിയ ശുദ്ധമായ ബിദഅത്താകുന്ന അനാചാരം. ഈ അനാചാരങ്ങൾ റസൂൽ ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല, താബികളെ, തബഅ താബികളെ, ഇമാമികളെ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കണം കൂട്ടരെ എന്ന് പറയുമ്പോ കണ്ടോ ഇസ്ലാം ദീന് വെട്ടിച്ചുരുക്കുകയാണ്. അപ്പൊ ഇമാം നബവി ആരാ? പുത്തൻവാദിയ? ഇമാം നബവി ആരാണ്? വ്യക്തമായി നമ്മൾ പറയണം, മനസ്സിലാക്കണം. ആത്താനി സ്വലാത്താനി ബിദ്അത്താനി മുൻകറാനി ഖബീഹത്താനി. എത്ര ശക്തമായിട്ട് അദ്ദേഹം നിഷേധിക്കുന്നതിനെ അദ്ദേഹം വിമർശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഖാത്തലല്ലാഹു വാദിഅഹു ഔ മുഖ്താറഹ. ഈ റജബിൽ പ്രത്യേക നിസ്കാരം ഉണ്ടാക്കിയാണ് അള്ളാഹു ശപിക്കട്ടെ. ഫഇന്നഹാ ബിദ്അത്തുൻ മുൻകറ. അത്
വെറുക്കപ്പെട്ട ബിദ്അത്ത് തന്നെയാണ്. കണ്ടോ, വ്യക്തമായി അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു അല്ലദീ വലാലത്തുൻ വജഹാല, തനിച്ച വഴികേടും വെറുക്കപ്പെട്ടതുമായ ബിദ്അത്താകുന്നു. മഹാനായ നബവി ഇമാം പറഞ്ഞിട്ടുള്ളതാണ്. അൽ ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, റഗായിബ് നമസ്കാരത്തിന്റെ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഇത് ഉണ്ടാക്കിയത് എഴുതി വെച്ചത് വായിച്ചപ്പോൾ കണ്ടപ്പോൾ ആരാ പറഞ്ഞത്? ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നത്, ആൾക്കാർ ഇതിനെ പോരിശ എഴുതിയ കിതാബ് ഞാൻ വായിച്ച് കണ്ടപ്പോ റഗായി നമസ്കാരത്തോട് എനിക്ക് അസൂയ തോന്നിപ്പോയി. കാരണം എന്താണ്? തറാവി നമസ്കാരത്തിന് വരെ ഇത്ര പ്രതിഫലം സ്ഥിരപ്പെട്ടതായി കണ്ടിട്ടില്ല. തറാവി നമസ്കാരത്തിന് പോലും ഇത്ര പോരിശയും പ്രതിഫലവും റസൂലുള്ളാഹി പറഞ്ഞില്ല. അതിനേക്കാൾ അപ്പുറമാണ് ഇവർ തുന്നിച്ചേർത്തത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ എന്തില്ല, ഇതിന് യാതൊരു അടിത്തറയുമില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് ആമുഖത്തിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അനാചാരങ്ങൾ നമ്മൾ ഇട്ടിക്കുക. സ്വർഗത്ത് പോകാൻ, നരകത്തിന് രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു തആല നമുക്ക് ഇഷ്ടം പോലെ കാര്യം തന്നിട്ടുണ്ട്. മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുക്കും ഇലൽ ജന്നത്തി ഇല്ലാ ഖദ് ഹദ്ദസ്തകും ബിഹി വമാ മിൻ ഷൈഇൻ യബ്അദുക്കും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസ്തകും ബിഹി. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ധരിച്ച സ്വഹീഹായ ഹദീസാണ്. ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വിട്ടേച്ചു പോയിട്ടുണ്ട്. നരകത്തിൽ നിങ്ങൾ അകറ്റുന്ന എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലോ, അപ്പൊ അല്യവും അക്ബൽത്തുലക്കും ദീനക്കും എന്ന സൂറത്തുൽ മാഇദയിലെ ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹ് ദീനുൽ ഇസ്ലാം പൂർത്തിയാക്കിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞതല്ല, അദ്ദേഹത്തിന്റെ പേരിൽ രേഖപ്പെടുത്തിയ ഒരു ഇബാറത്താണ്. പല കിതാബുകളിലും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ സനദ് ഇമാം മാലിക്കിലേക്ക് എത്തൂല. പക്ഷെ നമ്മളെ ഫൈസൽ മുസ്ലിയാരൊക്കെ പണ്ട് ചെറുവാടി മുഖാമുഖത്തിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ഈ ഇബാറത്ത് ആധികാരികമായി അടിച്ചത് കാച്ചി. അവിടുത്തെ സുന്നി ചെക്കന്മാർ വന്ന് ചോദിച്ചപ്പോ അവസാനം എന്തായി? ഇഞ്ചി കടിച്ച കുരങ്ങന്റെ മാതിരി അവിടെ ഉരുണ്ടി കളിച്ച അവസാനം വാട്സപ്പ് നമ്പർ കൊടുത്തോളി, ജാമ്യയിൽ നിന്ന് വിളിച്ചറിഞ്ഞാലാന്ന് പറഞ്ഞിട്ട് മുങ്ങുക ചെയ്ത്. അപ്പൊ ഇല്ലാത്ത പറയണ്ട, മാലിക് ഇമാം റഹ്മത്തുള്ളാഹിയുടെ പേരിൽ പറയപ്പെടുന്ന ഇബാറത്താണ്. എന്താണത്? മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തുൻ യറാഹ ഹസന. ഇസ്ലാമിലേക്ക് ഒരാള് കൂലി കിട്ടുന്നെന്ന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം വലിച്ചു കൊണ്ടെന്നാൽ, ഇറക്കുമതി ചെയ്താൽ, അതിലൂടെ അവർ വാദിക്കുന്നത് ഫഖദ് സഅമ അന്ന മുഹമ്മദൻ ഖാന റിസാല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന റിസാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന നടത്തി, പൂഴ്ത്തിവെപ്പ് നടത്തി എന്നാണ്. ഇത്ര വലിയ ആരോപണമാണ്. 100,000 ചില്ലാന സ്വഹാബത്തിനെ അറഫയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കർമ്മത്തിൽ അറഫ പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞ വാക്കെന്താ? ഹൽ ബല്ലഅതുക്കും, ഞാൻ നിങ്ങൾക്ക് അള്ളാഹ് എന്നെ ഏൽപ്പിച്ച് ഇസ്ലാം ദീൻ തന്നിട്ടില്ലേ? എന്താ സ്വഹാബത്ത് പറഞ്ഞത്? റളിയല്ലാഹു അജ്മഈൻ ആകാശത്തേക്ക് വലയുയർത്തി പറഞ്ഞെന്താ? ബലായ റസൂലുള്ളാഹ്, നബിയെ നിങ്ങൾ എത്തിച്ചെന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചൂണ്ടി പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് അല്ലേ? അല്ലാഹു തആലയും പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ദീൻ പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി. പിന്നെ ഇസ്ലാമിലേക്ക് ഇല്ലാത്തത് കൊണ്ടിട്ട് പോലീസ പറഞ്ഞാൽ ഒന്നുകിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മൂടി വെച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും തിരിയാതെ പോയി എന്ന് പറയാം. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. എന്നിട്ട് പിന്നീട് ആ ഇബാറത്തിൽ കാണാം, ഫമാലക്കും യൗമഇദിൻ ദീന ഫലാ യകൂനു അൽയൗമ ദീന. അതുകൊണ്ട് എന്താണോ അല്യൗമ അക്മൽതു ലക്കും എന്ന് പറഞ്ഞ ആ ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂലിലൂടെ അള്ളാഹ് പൂർത്തിയാക്കിയ ദീന്, അതാണ് ഖിയാമത്ത് നാൾ വരെയും ദീന്. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാക്കുക. ജമാഅത്തിന്റെ ടൈം വരെ നമുക്ക് ക്ലാസ് തുടരാം. അങ്ങനെ പാൻ കൊടുത്തു, ടൈം കൊടുത്തോളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ദർസിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ ഹറമിൽ വന്നുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ബുറാക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തെ മുകളിൽ കയറ്റി കൊണ്ടുപോയി.
എന്താണ് ഈ ബുറാക്ക്? അതിനെ സംബന്ധിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളിൽ കാണാൻ കഴിയും. വഹുവ ദാബത്തുൻ, അതെന്താണ്? ഒരു മൃഗമാണ്. അബിയല്ലു തൊവീൽ, വെളുത്ത നീളമുള്ള ഒരു മൃഗമാണ്. മാത്രമല്ല യലവു ഹാത്രഹു ഇന്ദ മുൻതഹാ തൗഫിയ, അതിന്റെ കുളമ്പ് എന്ന കാലിന്റെ സ്പീഡ് അത് നമ്മുടെ കണ്ണെത്തുന്ന ദൂരം വരെയാണ് അതിന്റെ കാല് ഒരു സ്റ്റെപ്പ്. നമ്മൾ നേരായൊരു സ്ഥലത്ത് നിന്നിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര, 1 കിലോമീറ്ററിന്റെ അടുത്ത് തന്നെ നല്ല കാഴ്ച നമുക്ക് കിട്ടും. ദൂരമുള്ള സ്ഥലത്തേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയും. അപ്പൊ അങ്ങനെ ആകുമ്പോ കണ്ണിമ വെട്ടുന്ന സ്പീഡിലാണ് അതിന്റെ യാത്ര എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ മൃഗത്തിന്റെ പിന്നാലെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അതിന്റെ മുകളിൽ കയറ്റി കൊണ്ടുപോകാം. ഇവിടെ നമ്മുടെ സമുദായത്തിൽ അന്ധവിശ്വാസം വന്നിട്ടുണ്ട്. അതായത് മിഅ്റാജ് ഇസ്രാ യാത്ര നടത്തിയ മൃഗം എന്ന് പറഞ്ഞാൽ അതൊരു പെൺകുതിരയാണെന്നും അതിന് ചിറകുണ്ട് എന്നും കമ്മലുണ്ട് എന്നും അതിന് പ്രത്യേകമായ രൂപത്തിലുള്ള കുളമ്പുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് പല കിതാബുകളിലെ വർണ്ണനകളും കേട്ട് ഒരു ഫോട്ടോകൾ വീടിന്റെ മുമ്പിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് പല വീട്ടിലും. ഇപ്പോഴൊന്നും വളരെ കുറവാണ്, പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതാ ബുറാക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ച ബുറാക്കാണിത്. അത് പെരിയിൽ വെച്ച ബർക്കത്ത് ഉണ്ടാവുന്നുണ്ട്. കുറെ ആൾക്കാർ എന്ത് ചെയ്തു, അത് വിറ്റുകായാക്കി. അല്ലാതെ ഒരു കാര്യമൊന്നും കൊണ്ടില്ല. ബർക്കത്ത് കിട്ടാൻ വേണ്ടി ഖുർആന്റെ ആയത്ത് കെട്ടി തൂക്കിയോണ്ടോ അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറെ ഫോട്ടോ വെച്ചുകൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ഖബറിന്റെ ഫോട്ടോ എന്നും പറഞ്ഞിട്ട് കുറെ സൈറ്റിലുണ്ടാക്കിയ ഫോട്ടോ വെച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ബർക്കത്ത് ഖൈറും ബർക്കത്തും കിട്ടണമെങ്കിൽ അള്ളാഹു തആലയെ മാത്രം ആരാധിച്ച് ഇസ്ലാം അനുസരിച്ച് റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് നല്ല കോലത്തിൽ ഹറാമുകൾ കൈവച്ച് ജീവിച്ചാൽ ഒരു സംശയമില്ല, പരീക്ഷ ഉണ്ടാവും, പക്ഷെ ബർക്കത്ത് ഉണ്ടാവും. ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഒരു സ്ഥലത്തെത്തി. എൻസിലു ഫസല്ലി, റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, നബിയെ ഇവിടെ ഇറങ്ങി 2 റക്അത്ത് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, നമസ്കരിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഉദ്രി അൻത സല്ലൈത. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഇവിടെയാണ് നമസ്കരിച്ചത് എന്ന് അറിയുമോ? റസൂലിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിസ്കരിച്ച സ്ഥലം എവിടെയാണെന്ന് അറിയോ? മാതിരി എനിക്കറിയില്ല. സല്ലൈതു ബിത്തയ്ബ, താങ്കൾ ഇപ്പോൾ നമസ്കരിച്ച സ്ഥലം തയ്ബയാണ്, അഥവാ മദീനയാണ്. മദീനയിൽ ഇറക്കി അവിടെ നിസ്കരിച്ചു. അങ്ങനെ വൈലൈഹിൽ മുഹാജിർ, കാരണം ഇവിടെ നിന്ന് ഹിജ്റ പോകാനുള്ള സ്ഥലമാണ്. നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സഹാബികളായ ആളുകളും മുഹാജിറുകൾക്ക് ഹിജ്റ പോകാനുള്ള സ്ഥലമാണ് മദീന. അവിടെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഫയുസല്ലി, വീണ്ടും എൻസിൽ ഫസല്ലി, ഇറങ്ങൂ നമസ്കരിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫസല്ലൈതു, ഞാൻ നമസ്കരിച്ചു. അതതിരി അയിന സല്ലൈത, താങ്കൾ നിസ്കരിച്ച സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ? റസൂലുള്ളാഹി പറഞ്ഞു, മാ അദ്രി യാ ജിബ്രീൽ, എനിക്കറിയില്ല. സല്ലൈതു ബിത്തൂരി സീനഹാ, താങ്കൾ ഇപ്പോൾ നമസ്കരിച്ചത് എന്താണ്? തൂരി സീന പർവ്വതത്തിന് മുകളിലാണ്. ഹൈസു കല്ലമല്ലാഹു അസ്സ വജല്ല മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിച്ച സ്ഥലമാണ്. അങ്ങനെ എൻസിൽ ഫസല്ലി, വീണ്ടും അവിടുന്ന് യാത്ര തുടർന്നു. സല്ലൈതു, അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ പറഞ്ഞു. അവിടെ 2 റക്അത്ത് നിസ്കരിച്ചു. അതതിരി അയിന സല്ലൈതു, താങ്കൾ നമസ്കരിച്ച സ്ഥലം ഏതാണെന്ന് അറിയുമോ? മാ അതിരി, എനിക്കറിയില്ല. സല്ലൈതു ബി മദിയൻ, താങ്കൾ ഇപ്പോൾ മദിയനിലാണ് നമസ്കരിച്ചത്. ഏതാ മദിയന്? നമുക്കറിയാം, ഇന്ദ ഷജറത്തി മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാം ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ പെൺമക്കൾക്ക് ആടിന് വെള്ളം തീറ്റിച്ചു കൊടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചല്ലോ അവിടെ. പിന്നെ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി അങ്ങനെ വീണ്ടും 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പോഴും ചോദിച്ചു, താങ്കൾ ഇപ്പോൾ നമസ്കരിച്ച സ്ഥലം ഏതാണെന്നറിയോ? അവിടുന്ന് പറഞ്ഞു, അള്ളാഹു മാതിരി എനിക്കറിയില്ല. സല്ലൈതു ബി ബൈത്തുൽഹം, ബത്ലഹമിലാണ്. ഏതാ ബത്ലഹം? ഹൈസു ഉലിദ ഈസ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. അപ്പൊ ഇവിടെ എല്ലാം 2 റക്അത്ത് നമസ്കരിച്ചു. അവിടുന്ന് എന്ത് ചെയ്തു, പോയി. അപ്പൊ ത്വയ്ബ, തൂരി സീന, മദിയൻ, ബത്ലഹം, ഈ 4 സ്ഥലം ആണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും അലൈഹിസ്സലാം ജനിച്ച ഭാഗം. അപ്പോ വീണ്ടും യാത്ര തുടർന്നു. ഫഇദാ ഹുവ അജൂസുൻ നാഇൻ അനി ത്വരീഖ്, ആ യാത്രക്കിടയിൽ ഒരു വയോവൃദ്ധയായ ഒരു പെണ്ണിനെ കണ്ടു. മാ ഹാദായ ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, എന്താണ് ആ പടുവൃദ്ധയായ ആ പെണ്ണെന്താ?
സിറിയ മുഹമ്മദ് നബി യാത്ര തുടരുമെന്ന് പറഞ്ഞു. അങ്ങനെ യാത്ര തുടർന്നു. ഫസാറ മാഷാ അല്ലാഹു യസീറ, അല്ല കണക്കാക്കിയത് ഞാൻ വീണ്ടും യാത്ര തുടർന്നു. ഫൈദാ ഷൈഉൻ യദ്ഊഹു മുത്തലഫിഅൻ അനി ത്വരീഖ്, അങ്ങനെ ആ വഴിക്ക് നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു, എന്നെ വിളിക്കുന്ന ശബ്ദം. യഖൂലു, എന്താ ശബ്ദത്തിന്റെ ശബ്ദം? ഹലുമ്മ യാ മുഹമ്മദ്, ഹലുമ്മ യാ മുഹമ്മദ്, മുഹമ്മദേ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ എന്നാണ് വിളിക്കുകയാണ്. മഹാദായ ജിബ്രീൽ, ജിബ്രീലെ എന്താണ് ആ ശബ്ദം? ആരാണ് വിളിക്കുന്നത്? സിറിയ മുഹമ്മദ് നബിയെ, താങ്കൾ യാത്ര തുടരൂ. വീണ്ടും ഞാൻ യാത്ര തുടർന്നു. സുമ്മ ലഖിയഹു ഖൽഖും മിനൽ ഖലായിഖി, പിന്നെ ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു സംഘം, 3 ആളുകളെ കണ്ടു. അസ്സലാമു അലൈക യാ അവൽ, അസ്സലാമു അലൈക യാ ആഖിർ, അസ്സലാമു അലൈക യാ ഹാഷിർ. ആ രൂപത്തിൽ സലാം പറഞ്ഞു. അപ്പോ അർദുസലാം, ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു സലാം അടക്കി കാളിയെന്ന്. അപ്പൊ ഞാൻ സലാം അടക്കി. അവലു അസ്സലാമു അലൈക യാ അവൽ എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യത്തെ മനുഷ്യരെ എന്നാണ്. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആദ്യം ഒരുമിച്ച് കൂട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക യാ ആഖിർ, അവസാനത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവസാനത്തെ നബി, ഖാതമുൻ നബിയാൻ. അസ്സലാമു അലൈക യാ ഹാഷിർ എന്ന് പറഞ്ഞാൽ തഖ്വയിലേക്കും ഭക്തിയിലേക്കും ജനങ്ങൾ മുഴുവൻ ക്ഷണിക്കുവാൻ വന്ന പ്രവാചകരെ എന്ന ഉദ്ദേശത്തിലാണ്. അപ്പൊ ആ ആളുകൾക്ക് സലാം മടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മടക്കി കൊടുക്കുകയും ചെയ്തു. പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നു. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് ഒരു കുറ്റിയുണ്ട്. അവിടെ ഒരു കുറ്റിയിൽ ഇരുമ്പിന്റെ കുളത്തിൽ ഈ ദാബത്തുൽ അർദ് അല്ല ഈ ബുറാഖ് എന്ന മൃഗത്തെ തിളച്ചു. ഹദീസിൽ കാണാം, മുൻപുള്ള പ്രവാചകന്മാരൊക്കെ അവരുടെ യാത്രയിൽ ആ കുറ്റിയിൽ തന്നെയായിരുന്നു അവരുടെ മൃഗങ്ങളെ തിളച്ചിരുന്നത്. അതേ സ്ഥലത്താണ് റസൂലുള്ളാഹി തിളച്ചത്. അങ്ങനെ അത് തിളച്ചതിന് ശേഷം പിന്നീട് അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ് എന്താണ്, 1.25 ലക്ഷം പ്രവാചകന്മാർ, അഥവാ റസൂലുള്ളാഹി ഒന്നാം പ്രവാചകനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നമുക്ക് തൊട്ടു മുമ്പ് ഉയർത്തപ്പെട്ട ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി അവിടെ വെച്ചുകൊണ്ട് ആ പള്ളിയിൽ റസൂലുള്ളാഹി നിസ്കരിച്ചു. നല്ല ചോദ്യങ്ങൾ, മരണപ്പെട്ടു പോയവരാണ്. അല്ലാഹു തആല അവരെ കൊണ്ടുവന്നു. അതായത് നമ്മൾ പറഞ്ഞ ഈ യാത്ര നമ്മളെ ബുദ്ധി കൊണ്ടോ നമ്മളെ യുക്തി കൊണ്ടോ ഒരിക്കലും നമുക്ക് ആലോചിച്ചാലും ചിന്തിച്ചാലും ഒരു പിടുത്തം കിട്ടൂല. വഹീനെ അവലംബിക്കുക, അത് ഗൈബിൽ വിശ്വസിക്കുക. അങ്ങനെ പിന്നീട് അവിടെ നിന്ന് 1-ാം ആകാശത്തേക്കുള്ള യാത്രയുടെ മുമ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തു. എന്താണ്? സുമ്മൽ അജൂസ അല്ലത്തി റഅയ്തു അൻ ജാനിബി ത്വരീഖ്, താങ്കൾ ആദ്യം വഴിയിൽ ഒരു വൃദ്ധയെ കണ്ടല്ലോ. അപ്പൊ താങ്കൾ ചോദിച്ചല്ലോ എന്താണ് ആ വൃദ്ധ? അത് ഫലം യബ്ഖാ മിന ദുനിയ ഇല്ലാ ബി ഖദ്രി മാ ബഖിയ അൻ ഉംരി തിൽകൽ അജൂസ്, ഈ ദുനിയാവിലെ ജീവിതം താങ്കൾക്കും താങ്കളുടെ അനുയായികൾക്കും ഈ വൃദ്ധയെ പോലെയാണ്. എന്താ വൃദ്ധയെ പോലെ എന്നാണ്? അങ്ങേയറ്റം സക്രാത്തിന്റെ ആരിലെത്തി പറ്റ വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ പറയലെന്താ, അത് കഴിഞ്ഞാൽ അതിന്റെ കഥ കഴിഞ്ഞാൽ അതിൽ നിന്ന് ആളെ അറിഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? നമ്മൾ ഐസിയിൽ വെന്റിലേറ്ററിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ വന്ന് കാണലോ, എന്താ പെട്ടെന്ന് തന്നെ മരിക്കാനായിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും കിട്ടും. ഇതുപോലെയാണ് ഈ ദുനിയാവ്. അപ്പൊ ഈ ദുനിയാവിന് വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും അറിവും മാത്രം ചെലവാക്കി മുന്നോട്ട് പോയാൽ ആളാഖിറത്തിലൊന്നും ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ബഖറ 200, 201 2 ആയത്തുകളാണ്. ഒന്ന് ഓതി നോക്കണ്ടേ. 2 ആളുകളുടെ ദുആ അവിടെ പറയും. 2 മുസ്ലിമീങ്ങളാണ്. അള്ളാഹിനോടുള്ള ദുആയാണ്. 2 മുസ്ലിങ്ങളുടെ ദുആയാണ്. അതിൽ ഒരു ദുആ എന്താണ്? വമിൻഹും, അവരിൽ ചില ആളുകളുണ്ട്, അവർ ദുആ ചെയ്യുന്ന എന്താ? റബ്ബന ആതിന ഫിദ്ദുനിയ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവ് തരണം, ദുനിയാവ് തരണം. അല്ലാഹു തആല അവർക്ക് കൊടുത്ത മറുപടി എന്താ? വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ നിങ്ങൾക്ക് ഒരു ഓഹരി ഉണ്ടാവില്ല, ദുനിയാവ് തരും. എന്നാൽ രണ്ടാമത്തെ വിഭാഗക്കാരാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, ദുനിയാവ് മാത്രമല്ല, ദുനിയാവിൽ നീ ഹസനത്താക്കിയതൊക്കെ മതി, വേറൊന്നും വേണ്ട, എല്ലാ ദുനിയാവും വേണ്ട, നീ തൊയ്യിബാക്കിയതും ഹസനത്താക്കിയ എല്ലാ ദുനിയാവും വേണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിൽ നീ ഒരുക്കി വെച്ച ഖബർ മുതൽ മഹ്ശറ മുതൽ സ്വർഗം വരെയുള്ള എല്ലാം വേണം. വഖിനാ അദാബന്നാർ, കഠിന കടവരമായ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തുവാണ്. ഇതാണ് നമ്മുടെ നിലപാട്, നമ്മുടെ ദുആ, നമ്മുടെ പരിശ്രമം. അള്ളാഹു ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഈ വൃദ്ധ ഈ ദുനിയാവാണ്. ഇതിന്റെ പിന്നാലെ ആയുസ്സും സമയം ചെലവഴിക്കുന്ന
നഷ്ടകാരിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും മുഅ്മിനീങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി രണ്ടാമത്തത് എന്താണ്? അമ്മ പിന്നെ രണ്ടാമതായി അവിടെ കണ്ടത് എന്താണ്? അമ്മല്ലതി അറാദ തമീലയിലേഹ ഹലുമ്മ യാ മുഹമ്മദ്, മുഹമ്മദാണ് വിളിച്ചില്ലേ, അതാരാണെന്ന് ചോദിച്ചപ്പോൾ ഫദാക അദു അല്ലാഹി ഇബ്ലീസ്, അത് അള്ളാഹുവിന്റെ ശത്രു, അദു അള്ളാഹുവിന്റെ ശത്രുവായി ഇബ്ലീസ് ലഅനത്തുള്ളാഹിയാണ്. അപ്പൊ ഇബ്ലീസ് ആ യാത്രയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ യാത്ര തന്നെ പ്രകാശവേഗതക്ക് അപ്പുറത്താണ്. അപ്പൊ പ്രകാശവേഗത അപ്പുറത്ത് സഞ്ചരിക്കണമെങ്കിൽ മലക്കുകൾക്ക് സാധിക്കുള്ളൂ. പിന്നെ സാധിക്കുന്നവർക്കാ? ജിന്നുകൾക്കാണ്. ജിന്നുവർഗത്തിന്റെ പിതാവായ ഇബ്ലീസിന് എന്തായാലും സാധിക്കും. അപ്പൊ ഓൻ ആ യാത്രയിൽ എന്ത് ചെയ്യും? പ്രവാചകന്റെ പിന്നാലെ വന്നു എന്ന് മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഒരു തീപ്പന്തം, നമ്മളെ ചൂട്ടില്ലേ അതേപോലെ ഒരു തീയിന്റെ ചൂട്ടുമായിട്ട് റസൂലുള്ളാഹിയുടെ പിന്നാലെ കുത്താൻ വേണ്ടി വരികയാണ്. അവിടെ പോലെ ആലോചിക്കണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ് സലാം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ഇവൻ സ്പീഡിൽ വരികയാണ്. അപ്പൊ ഈ യാത്രക്കിടയിൽ നബി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? കൊണ്ടുപോയി കുത്താൻ നോക്കാന്ന് അവന്റെ ആഗ്രഹം. നടക്കൂല, അത് വേറെ വിഷയം. പക്ഷെ നിർത്തി കഴിഞ്ഞാൽ സ്പീഡിൽ ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും അവിടെ എത്താൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടി വിളിച്ച് ശല്യപ്പെടുത്തി തരുന്നു. തിരിഞ്ഞു നോക്കേണ്ട, ഭയം വിട്ടോ എന്ന് പറഞ്ഞില്ലേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് തിരിഞ്ഞു നോക്കേണ്ട, ഭയം വിട്ടോ. അപ്പൊ ഈ തീപ്പന്തവുമായി ഇബ്ലീസ് പിന്നാലെ വന്ന് കുത്താൻ ശ്രമിച്ചു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞുകൊണ്ട് മുഹമ്മദ് നബിയോട് പറയുന്നത്, അത് ഫദാക അദു അല്ലാഹി ഇബ്ലീസ്, താങ്കളുടെ പിന്നാലെ വരുന്നത് ഇബ്ലീസ് ആണ്. അതുകൊണ്ട് അവന്റെ കയ്യിലുള്ള ആ തീപ്പന്തം കെട്ടുപോകാൻ, ആ ഉപദ്രവത്തിൽ നിന്ന് താങ്കൾ രക്ഷപ്പെടാൻ താങ്കൾക്ക് ഞാൻ ഒരു ദിക്ർ പഠിപ്പിച്ചു തരാം, ദുആ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ആ ദുആയാണ് വഈദുഹും ബികലിമാത്തില്ലാഹി തമ്മാത്തി അല്ലത്തി ലാ യുജാവിസുന്ന ബിർറൻ വലാ ഫാജിറൻ മിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ യഖ്റുജു ഫീഹാ വമിൻ ശർരി ഫിത്നത്തിൽ ലൈലി വന്നഹാർ വമിൻ ശർരി തവാരിഖിൽ ലൈലി വന്നഹാർ ഇല്ലാ താരികൻ യത്റുഖു ബിഖൈരി യാ റഹ്മാൻ. വ്യത്യസ്ത റിപ്പോർട്ടിൽ വ്യത്യസ്ത രൂപത്തിൽ ഹദീസ് ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ ആപ്പിൽ ചിലപ്പോൾ ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ, ഏകദേശം രൂപത്തിൽ തന്നെ. അപ്പൊ പഠിക്കുക, നമ്മൾ ആ ദുആ പഠിക്കുക. അത് വളരെ നല്ല ദുആയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് വിടാം. അപ്പൊ ഇബ്ലീസിന്റെ ആ ഷർറാണ് അവിടെ ഉണ്ടായത്. ഇനി മൂന്നാമത്തെ കാര്യം, അമ്മല്ലദി സല്ലമു അലൈക, താങ്കൾക്ക് ഒരു സംഘം എന്താണ് മൂന്നാൾക്കാർ സലാം ചൊല്ലിയില്ലേ, അസ്സലാമു അലൈക യാ അവൽ യാ ആഖിർ യാ ആഷിർ എന്ന് പറഞ്ഞില്ലേ, അത് ആരാന്ന് ചോദിച്ചോ ഫദാക ഇബ്രാഹിം വ മൂസ വ ഈസ അലൈഹിമുസ്സലാം. ഇബ്രാഹിം നബിയും മൂസാ നബിയും ഈസാ നബിയാണ് താങ്കൾക്ക് സലാം ചൊല്ലിയത്. ഒരു അത്ഭുതകരമായ യാത്രകളാണ്, സംഭവങ്ങളാണ്. ഇനി മിഅ്റാജ് യാത്രയിലേക്ക് ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർന്നപ്പോൾ ആദ്യം കണ്ടത് അസ്സമാ അദ്ദുനിയ, ഒന്നാം ആകാശത്തിൽ. ഇത് വഴിയിലാണ്, ഒക്കെ യാത്രക്കിടയിലാണ്. നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഇല്ല, അവിടുന്ന് നിസ്കാരം കഴിഞ്ഞ് ഉയരുകയാണ്. ഉയരുന്ന സമയത്ത് ഒന്നാമതായി കണ്ടത് ആകാശ ലോകത്ത് വെച്ചുകൊണ്ട് ആദ്യം കണ്ടത് എന്താണ്? ഹൂർലീങ്ങളെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തത് ഹൂർലീങ്ങളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് സലാം ചൊല്ലി. മൻ അൻതുന്ന, നിങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു. നഹ്നു ഖൈറാത്തുൽ ഹിസാൻ, ഞങ്ങള് ഭൂമിയിലെ ഉത്തമരായ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടിയുള്ള ഇണകളാണ്, മണവാട്ടികളാണ്. നിസാഉ ഖൗമുൻ അബ്റാർ, ഞങ്ങൾ ഏറ്റവും നല്ല മുത്തഖീങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്. ഉണ്ടോ? അവ ആവറേജ് മൗലിയാരായിട്ട് കാര്യമില്ല, ആവറേജ് മൗലവിക്കും ആവറേജ് മുസ്ലിമാനും കാര്യമില്ല. അവിടെ കിട്ടണമെങ്കിൽ നല്ല അബ്റാറായി തന്നെ മുന്നോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദൂഖു ഫലൻ, പിന്നെ എന്താണ് പിന്നെ ദൂഖു ഫലൻ ഖായിമൻ ഫഖാമ ഫലം യദ്അനു വകുല്ലു ദൂ ഫലം യമൂതു. ആ സ്വർഗത്തിൽ അവരോടൊപ്പം കഴിയേണ്ടവരാണ് അവർ ശാശ്വതരാണ്. അവർ ഒരിക്കലും ഒരു വൃത്തികേടും കാണിക്കാത്തവരുമാണ്, പരമപരിശുദ്ധരുമാണ്. ഹദീസുകളിലും ആയത്തുകളിലും ഹൂർലിങ്ങളെ കുറിച്ച് ധാരാളം വന്നിട്ടുണ്ട്. അത് മാത്രം നമുക്ക് സ്വർഗത്തിന്റെ അനുഭൂതികൾ പറയുന്ന അധ്യായം വരുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല, ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ട് ആദം അലൈഹി ഇസ്ലാമിനെ കണ്ടു. ഇടതുഭാഗത്ത് വലതുഭാഗത്തും, ഇടതുഭാഗത്ത് വലിയൊരു സംഘവും വലതുഭാഗത്ത് അതിനേക്കാൾ ചെറിയൊരു സംഘം, എന്നാൽ അത്യാവശ്യം വലിയ സംഘം തന്നെ.
രണ്ടു ഭാഗവും വലിയൊരു സംഘത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി ഇസ്ലാമിന്റെ ഇടതുഭാഗവും കാണിച്ചു കൊടുത്തു. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് അഹ്ലുൽ നാറ്, ഒന്ന് അഹ്ലുൽ ജന്ന, നരകത്തിന്റെ അഹലുകാർ, മറ്റു സ്വർഗത്തിന്റെ അഹലുകാരാണ് എന്ന് പറഞ്ഞു. ഫഅതൈതു അലാ യഹ്യ വ ഈസ അലൈഹിസ്സലാം, രണ്ടാം ആകാശത്ത് വെച്ച് യഹ്യ നബിയെയും ഈസ അലൈഹിസ്സലാമിനെയും കണ്ടു. ഫഅതൈതു അലാ യൂസുഫ് അലൈഹിസ്സലാം, മൂന്നാം ആകാശത്ത് വെച്ചുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഫഅതൈതു അലാ ഇദ്രീസ, നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് അലൈഹി സ്വലാമിനെ കണ്ടു. ഫഅതൈതു അലാ ഹാറൂന അലൈഹിസ്സലാം, അഞ്ചാം ആകാശത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ കണ്ടു. ആറാം ആകാശത്ത് വെച്ചുകൊണ്ട് അതൈതു മൂസ അലൈഹിസ്സലാം, മൂസാ നബിനെ കണ്ടു. ഫഅതൈതു അലാ ഇബ്രാഹിം അൽ ഖലീൽ, ഏഴാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കണ്ടു. അപ്പൊ സബഅ സമാവാത്താണ്, 7 ആകാശം അവിടെ കണ്ടു. അവിടുന്ന് പിന്നീട് 500 വർഷത്തെ വഴി ദൂരമുള്ള ഒരു സമുദ്രമുണ്ട്. ആ സമുദ്രത്തിന്റെ അപ്പുറത്താണ് അർശ്, അഥവാ ആ സമുദ്രത്തിന്റെ മുകളിലാണ് അള്ളാഹുവിന്റെ അർശ് കിടക്കുന്നത്. അതാണ് അൽ അഗ്ല, ഉന്നതമായ സ്ഥാനം. അവിടേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പ്രവേശനമല്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്റത്തുൽ മുൻതഹ എന്ന ആ സ്വർഗത്തിന്റെ അറ്റത്തെ ഇലന്തവൻ അവിടെ അറ്റം കൊണ്ടുവന്ന് കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. അവിടെ പിന്നെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്തു, ഖദീജ റളിയല്ലാഹുവിന്റെ സ്വർഗ കൊട്ടാരം കാണിച്ചു കൊടുത്തു, ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിക്കപ്പെട്ട, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിക്കപ്പെട്ട കൊട്ടാരം ആര് കാണുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. അതിന് മുമ്പിൽ പാറാവുകാരുണ്ട്. അതിനെ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലനൻതു അന്നഹൂലി, എന്റെ വീടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അപ്പൊ അവിടുത്തെ പാറാവുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാരതാന്ന് ചോദിച്ചു. പറഞ്ഞു, ലാലിക ഫത്ത മിൻ ഖുറൈശ്, നിങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു ഖുറൈശി പ്രമാണിക്കുള്ളതാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു കണ്ട് പോകുമ്പോ ദഫൻ അലൈക, ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കുന്ന ശബ്ദം കേട്ടു. ചെരുപ്പിന് വായി ചെരുപ്പിട്ട് മറ്റേ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അങ്ങനെ സ്വർഗത്തിന്റെ വരാന്തയിൽ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം കേട്ടു. ഉടനെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താണത്? അവിടുന്ന് പറഞ്ഞു, അത് ബിലാൽ മുഅദ്ദിൻ, നിങ്ങളുടെ പള്ളിയിൽ പാങ്ക് വിളിക്കുന്ന ആ അടിമയായ ബിലാലിന്റെ ചെരുപ്പിന്റെ ശബ്ദമാണ്. സ്വർഗത്തിന്റെ വരാന്തയിൽ അദ്ദേഹം നടക്കുന്ന അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചു കൊടുക്കുക. പള്ളിയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫ്ലഹ യാ ബിലാൽ, ബിലാലെ നീ വിജയിച്ചിട്ടുണ്ട്. കാരണം സമീഅതു ദഫന അലൈക ഫിൽ ജന്ന, സ്വർഗത്തിന്റെയും നിന്റെയും ഇടയിൽ ആ വരാന്തക്കിടയിൽ നിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ കേട്ടു. എന്താണ് നിനക്കത് കിട്ടാനുള്ള കാരണം? അവിടുന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, എന്ത്? ഞാന് പിന്നെ എല്ലാ നമസ്കാരങ്ങളിലും ഓരോ നമസ്കാരത്തിന് വേണ്ടി ഉളു എടുക്കുമ്പോഴും ആ ഉളുവിന്റെ 2 റക്അത്ത് ഞാൻ ഉപേക്ഷിക്കാറില്ല. മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നി ലം അതതഹഉ തുഹൂറൻ ഫീ സഅത്തിൽ ലൈലി ഔ നഹാറ ഇല്ലാ സല്ലൈതു ബിദാലിക ളുഹൂരി മാ കുതുബലി അൻ യുസല്ലി. ഞാൻ എപ്പോൾ ഉളു ചെയ്യുന്നുവോ, കുത്തിയാ മതി ഫ്ലഗ് അടിയിൽ, ഞാൻ എപ്പോൾ ഉളു ചെയ്യുന്നുവോ ആ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും? ആ ഉളുവിന്റെ 2 റക്അത്ത് ഞാൻ നമസ്കാരിക്കുമെന്ന് മാത്രമല്ല, റബ്ബ് എനിക്ക് നിർണയിച്ച നമസ്കാരങ്ങൾ മുഴുവനും ഞാൻ നിർവഹിക്കും. അത് അതിന്റെ പ്രത്യേകതയാണ്. ഒരു ഉളുവിന്റെ 2 റക്അത്ത് മാത്രമല്ല, നവാഫില്, റവാത്തിബ്, നവാഫിലായ സുന്നത്തുകളുണ്ട്, റവാത്തിബായ സുന്നത്തുകളുണ്ട്, മുഅക്കദായ സുന്നത്തുകളുണ്ട്. അപ്പൊ ഫർളിസ്കാരത്തിന്റെ മുമ്പും ബേക്കലും ഒലക്കൊക്കെ ചുറ്റിട്ട മാതിരി റവാത്തിബുസ്കാരം ഉണ്ട്, അത് മതി എന്നാണ് പല ആൾക്കാരുടെ വിചാരം. അത് 10 റക്അത്ത് 12 നിസ്കരിച്ച സ്വർഗത്തിലെ വീട്, അതുപോലെ തന്നെ അല്ല. റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, റബീഅ നീ ചോദിച്ചോ, നിനക്ക് എന്താ വേണ്ടത്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലാണ് ആ ചോദ്യം. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുനിയാവ് ചോദിച്ചിട്ട് കാര്യമില്ല, അത് കിട്ടിയാ കഴിഞ്ഞു, മുറിയാത്തത് കിട്ടണം. ഫഅഇന്നി അലാ, എന്താ അദ്ദേഹം ചോദിച്ചത്? റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, റസൂലെ നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എനിക്ക് ഒരു സ്ഥാനം വേണം. റബീഅ റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യം, അസ്അലുക മുറാഫതക ഫിൽ ജന്ന, നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരു സാമീപ്യം ഞാൻ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫദാക്ക്, അതല്ലാത്ത ഒന്നുമില്ല, കുറച്ച് സ്ട്രോങ് ഉള്ള ചോദ്യമാണല്ലോ. അവരല്ല, എനിക്ക് അതന്നെ വേണമെന്നാണ്. കേട്ടോ കഴിഞ്ഞാൽ വിഷയമുള്ളാകും. അപ്പൊ റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഈ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഇന്നി അലാ കസ്റത്തി സുജൂദ്, സുജൂദുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട്
നീ ആ വിഷയത്തിൽ എന്നെ സഹായിക്കണം. ഈ ഹദീസാണ് സുന്നത്ത് നമസ്കാരങ്ങളുടെ ഫളായിലുകൾ പറയാൻ മുഹദ്ദിസീങ്ങൾ കൊടുത്തുള്ള തലക്കെട്ട്. ഈ തലക്കെട്ടിൽ അവിടുന്ന് ഇങ്ങോട്ട് 170 പകരം സുന്നത്ത് നിസ്കാരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ സുന്നത്ത് നിസ്കാരമുണ്ട്. സുബഹിന്റെ തഹജ്ജുദ് മുതൽ തിരിച്ച് കിടക്കപ്പായിലേക്ക് എത്തുന്നത് വരെ ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമായി റവാത്തിബ് മാത്രമല്ല നവാഫിലുകളും ഇഷ്ടം പോലെ രാജകീയമായ ഇബാദത്തുകളുണ്ട്. അതാണ് നമ്മൾ ഒരിക്കൽ ഇവിടെ പറഞ്ഞതും തീരുമാനം എടുത്തതും. അത് എത്രത്തോളം ജീവിതത്തിൽ പറഞ്ഞ ഞാനും കേട്ടങ്ങളും പ്രാവർത്തിയാക്കുന്നുണ്ടെന്ന് സ്വന്തത്തോട് ചോദിക്കുക. ഞാൻ അൽഹംദുലില്ലാഹ് കാര്യത്തിൽ അന്ന് എന്നല്ല, അത് മനസ്സിലാക്കി അന്ന് മുതൽ മുറിയാതെ അത് ശ്രദ്ധിച്ചു പോരുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കൊട്ടാരം കണ്ടു. കൊട്ടാരം കണ്ടപ്പോ ഇത് ആരുതാന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞ് പള്ളിയിലെത്തി ക്ലാസ് എടുക്കണത് പോലെ സ്വഹാബത്ത് ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുകയാണ്. ആരുതായിരിക്കും ആ വീട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതും പറഞ്ഞ് എഴുന്നേറ്റാണ് പോയി. അപ്പൊ ഒരു കഥന്റെ ക്ലൈമാക്സ് പോലെ പോയി, അത് കിട്ടിയില്ല. സ്വഹാബത്ത് പല അഭിപ്രായം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം കുടിച്ച് തിരിച്ചു വന്നപ്പോ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുർത്തഫിഅൻ യാ റസൂലല്ലാഹ്, നിങ്ങളാ പറഞ്ഞ ആളേതായാലും ചില്ലറക്കാരനല്ല, വലിയ സ്വീകാര്യതയുള്ള മനുഷ്യരാണ്. ആരാണത്? അപ്പൊ പറഞ്ഞു, താലിക്ക ഉമർ ബിൻ ഖത്താബ്, ആയിരിക്കണ ഉമർ ബിൻ ഖത്താബിന്റെ കൊട്ടാരാണത്. എന്നാലും ചൊല്ലി ഖദീജ റളിയല്ലാഹു കൊട്ടാരം കണ്ടു. അതേപോലെ തന്നെ മിഅ്റാജിൽ കണ്ടതാണ് 10 നഖങ്ങൾ, ചെമ്പിന്റെ നഖങ്ങൾ. ഈ 10 നഖങ്ങള് ചെമ്പിന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് യഹ്മിശൂന ഫീ വുജൂഹിഹിം വസുദൂരിഹിം, മുഖവും മാറിടവും മാന്തി പൊളിക്കുകയാണ്. മുഖവും മാറിടവും മാന്തി പൊളിക്കുകയാണ് കുറച്ച് ആൾക്കാർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ഹാഉലാ, ഇതാരാണ്? യഅകുലൂന ലുഹാമൻ നാസി വയഖഊന ഫീ അറാദിഹിം, ജനങ്ങളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുകയും ഓലെ അഭിമാനം ദൈവത്തിന് മേൽ പറഞ്ഞിട്ട് പച്ചമാംസം ചെയ്ത ആൾക്കാരാണ്. അപ്പൊ അന്യന്റെ പച്ചമാംസം പിച്ച് ചീന്ത എന്ന കുറ്റത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളൊക്കെ പെട്ടുപോകുന്നുണ്ടാവും. സത്യത്തിന് വേണ്ടിയും ദീനിനു വേണ്ടിയും അതിന്റെ ഇസ്തിഖാമത്തിന് വേണ്ടിയും മദ്ലൂമിന്റെ ആ ഒരു മസ്ലഹത്തിന്റെ ഭാഗമായിട്ടൊക്കെ പലപ്പോഴും അത്തരത്തിലുള്ള പല വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. രക്തം, മനുഷ്യന്റെ അഭിമാനം, ഇസ്ലാം, ഇതെല്ലാം ഹറമ പോലെ ഹജ്ജ് പോലെ പവിത്രമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും പറയണ, ഞാൻ എന്നോടാണ് പറയുന്നത്, പരമാവധി നാവിനെ സൂക്ഷിക്കുക, നമ്മുടെ ചുണ്ടുകളെ സൂക്ഷിക്കുക. അള്ളാഹു തആല ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ അനവധി കാര്യങ്ങൾ ഈ യാത്രക്കിടയിൽ കണ്ടു എന്ന് മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 പോയിന്റാണ്. ഒന്ന്, 6-ാം ആകാശത്ത് വെച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംഭാഷണം നടത്തി. 7-ാം ആകാശത്ത് വെച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികൾ ഓടിക്കളിക്കുന്ന രംഗം കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ മനുഷ്യനാണ്, മരത്തുമ്മ ചാരി ഇരിക്കുകയാണ്, ചുറ്റും കുറെ കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, ഈ ഓടിക്കളിക്കുന്ന കുട്ടികൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, അത് മുസ്ലിമീങ്ങളുടെ കുട്ടികളാണ്. താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന മുസ്ലിം കുട്ടികളാണ്. ആ മുസ്ലിം കുട്ടികൾ മരിച്ചാൽ അവർക്ക് എന്തില്ല? മഹ്ശറിലും ഹിസാബില്ല, ഖബറിൽ ഹിസാബില്ല, ഒരു ഡയറക്റ്റ് സ്വർഗത്തില് ബൈത്തുൽ ഹംദ്, ഒരു പ്രത്യേക ഭവനത്തിലാണ്. അപ്പോ അമുസ്ലിങ്ങളുടെ കുട്ടികളോ? അതൊരു സംശയമാണല്ലോ. പ്രായപൂർത്തിയത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ മുസ്ലിം കുട്ടികളാണ് ഈ ഓടി നടക്കുന്നത്. അപ്പൊ അമുസ്ലിങ്ങളുടെ കുട്ടികളോ നബിയെ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അമുസ്ലിങ്ങളുടെ കുട്ടികളും സ്വർഗത്തിലാണ്. പക്ഷെ മറ്റൊരു ഹദീസിൽ കാണാം, ആ കുട്ടികൾക്ക് മാത്രം അല്ലാഹു പ്രത്യേകമായി മഹ്ശറിൽ ഒരു ഹിസാബ് വെക്കുന്നുണ്ട്, ഒരു പരീക്ഷ. ആ പരീക്ഷയിൽ ഒരു പാസ്സാകന്നെ വേണം, അല്ലെങ്കിൽ രക്ഷയില്ല. അത് ഒരു അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അതിന് നമ്മളെ കുട്ടികൾ കഴിച്ചിലായി, അതിന്റെ അല്ലാഹു നമ്മളെ കുട്ടികളെ കഴിച്ചിലാക്കി. നമ്മളെ ചെറിയ മരിച്ചുപോയ കുട്ടികളെ, മുസ്ലിങ്ങളെ മരിച്ചുപോയ കുട്ടികളെ കഴിച്ചിലാക്കി, അമുസ്ലിങ്ങളെ മരിച്ചുപോയ കുട്ടികളെ ഇടങ്ങാറാക്കി എന്ന് പറയണ്ട. അത് അള്ളാഹിന്റെ തഖ്ദീറാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അള്ളാഹ് അവിടെ ഒരു ഹിസാബ്, ഒരു പരീക്ഷ വെക്കും. ആ പരീക്ഷയിൽ ഒരു ജയിച്ചാൽ പോലെ സ്വർഗത്തിലെത്തിക്കും. ജയിക്കാൻ മാത്രമുള്ള പരീക്ഷ തന്നെ ആയിരിക്കും. കാരണം ജനിച്ചു വീണത് മുസ്ലിം ആയിട്ടാണല്ലോ. പിന്നെ ഓന്റെ വാപ്പയോ അച്ഛനോ അമ്മയോ ഒന്നും ഓനെ ക്രിസ്ത്യാനിയോ മജൂസിയോ ആക്കിയിട്ടില്ല, അതിന് മുമ്പോ മരിച്ചുപോയില്ലേ. പിന്നെ പരീക്ഷ എന്നുള്ളത് അത് അല്ലാഹു തആല ഇസ്ലാം എന്ന റസൂലിന്റെ മില്ലത്ത് എന്ന ആ മതത്തിന്റെ ശ്രേഷ്ഠതയും അതല്ലാത്ത മതങ്ങളുടെ
ഇരട്ടത്താപ്പിനെ മാത്രം വേർതിരിക്കാൻ പറഞ്ഞാണ്. കൊല്ലു മൗലിദിൻ യൂലിദ് വരൽ ഫിത്രത്തി സലീമ, ഓരോ കുട്ടിയും ജനിച്ചു വീണ ശുദ്ധ പ്രതിയും മുസ്ലിമുമായിട്ടാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരൊറ്റ സംഭവം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടപ്പോ ചോദിച്ചു, എന്താ അള്ളാഹു തആല തന്നത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്ക് 50 വക്ത് നിസ്കാരം കിട്ടിയിട്ടുണ്ട്. മൂസയുടെ ശരീരത്തിൽ കണക്കാക്കിയിട്ട് എന്റെ ഉമ്മത്തിനും 50 വക്ത് നിസ്കാരമാണ്. മൂസ അലൈഹി സ്വലാം പറഞ്ഞു, അത് നിങ്ങളെ ഉമ്മത്തിന് നടക്കൂല. നിങ്ങളെക്കാൾ വലിയൊരു ഉമ്മത്തിനെ, കുരുത്തം കെട്ട ജനതയെ പരിചരിച്ച ആളാണ് ഞാൻ. ഇസ്രായേൽക്കാർ നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ വേറൊരു വേഷനാണല്ലോ. അപ്പൊ ആ കുരുത്തം കെട്ട സമുദായത്തെ പരിശീലിച്ച ആളാണ് ഞാൻ. ഓർക്ക് നിങ്ങളെ ഉമ്മത്തിനെ കഴിയൂല, കുറച്ച് ചോദിച്ചോടിയാണ്. തിരിച്ചു പോയപ്പോ അല്ലാതെ ഒരു 5 കുറച്ചു കൊടുത്തു. ചുരുക്കി പറയാൻ 7 വട്ടം പോയി, 7 തവണ പോയി. ആ പോക്കിലൊക്കെ കുറച്ചു കൊടുത്ത്, അല്ല 7 തവണ 9 തവണ പോയി അല്ലെ, 9 തവണ പോയി 5 വീതം കുറച്ചു കൊടുത്ത്. 6-ാം ആകാശത്ത് വീണ്ടും പോവും, തിരിച്ച് 6-ാം ആകാശത്തേക്ക് തന്നെ വരും, വീണ്ടും പോവും, തിരിച്ചു വരും. അപ്പൊ 7-ന്ന് 6-ക്ക് വരുമ്പോ മൂസാ അലൈഹി സ്വലാം ചോദിക്കും, വീണ്ടും അങ്ങോട്ട് പോകും, തിരിച്ചു ചോദിക്കും, വീണ്ടും അങ്ങോട്ട് പോകും. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടന്നു. ആര്? സിദ്റത്തുൽ മുൻതഹ നമ്മൾ പറഞ്ഞല്ലോ, അത് സ്വർഗത്തിന്റെ അങ്ങേയറ്റത്ത് അർശിന്റെ ഏറ്റവും താഴെയുള്ള ജന്നാത്തുൽ ഫിർദൗസിലെ മരമാണ്. ആ മരത്തിന്റെ അടുത്താണ് ആര് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് അള്ളാഹുമായുള്ള മുനാജാത്തിലേക്ക് ഞങ്ങളെ പോണത് എനിക്ക് പെർമിഷൻ അല്ല. അവിടുത്തെ ഒരു പ്രകാശത്തിന്റെ കോണിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി എന്നാണ് സംഭവം ഉള്ളത്. പ്രകാശ കോണിയിൽ അവിടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കുണ്ട്, എന്റെ പെർമിഷൻ കഴിഞ്ഞു. ബുറാഖൊക്കെ ബൈത്തുൽ മുഖദ്ദസ് കൂടി കഴിഞ്ഞു, അവിടെ കുറ്റിമത്ത് അടച്ചില്ലേ. പിന്നെ അവിടുന്ന് ബുറാഖല്ല, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ചെറുകുമ്പോ പോവാണ്. അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പെർമിഷൻ കഴിഞ്ഞിങ്ങള് ഇനി നിങ്ങള് അള്ളാഹുവിന്. അവിടെ എത്തിയപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാം വിറച്ചു എന്നാ പറയുന്നത്. ഖുശൂ കൊണ്ട്, ഭയഭക്തി കൊണ്ട്, കിടിലം കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പ് എത്തുന്നതോടുകൂടി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാപ്പത്? അവിടെ മൊയ്തീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് സ്ലിപ്പായപ്പോ തോള് താങ്ങി കൊടുത്തു എന്നാ മൊയ്തീൻ മാലിയിലെ മൊയ്തീൻ മൗലിദിലാണ്. സിദ്റത്തുൽ മുൻതഹ എന്ന സ്ഥലത്തിന്ന് സിനഹർ നബിയാർക്ക് ഏർമാനമായോവർ. സിദ്റത്തുൽ മുൻതഹയിൽ കോണി കയറുമ്പോ കാല് സ്ലിപ്പായപ്പോ അവിടെ എന്ത് ചെയ്തു? ഏർമാനായി, തോള് താങ്ങി, തോള് വെച്ചത്. എൻ പാദം നിന്റെ ചുമലിൽ നീ ബത്തതാൽ എല്ലാ ഔലിയാക്കൾക്കുള്ള പീരടിയിൽ മകനെ നിൻ കാലുണ്ട് ഇല്ലെങ്കിൽ എന്താണ് അവർക്ക് വിലായത്തതില്ലെന്ന് നബിയുള്ളാഹുവിൻഡോവർ. അപ്പൊ സിദ്റത്തുൽ മുൻതഹയിൽ വെച്ച് എന്നെ സഹായിച്ചത് കൊണ്ട് എല്ലാ ഔലിയാക്കളുടെ മുകളിലാണ് എന്റെ കാൽപാദത്തിന്റെ താഴെയാണ് എല്ലാ ഔലിയാക്കളും. എന്റെ കാൽപാദം വെക്കാത്തവനും ഒന്നും ഔലിയല്ല. അബൂബക്കർ റളിയല്ലാഹുവിനും സ്വഹാബത്തൊക്കെ ഔലിയാക്കളല്ല, അവരൊക്കെ എത്രയോ കാലം മുമ്പ് ജനിച്ചു മരിച്ചു പോയി. അപ്പൊ ഈ തരത്തിലുള്ള കള്ളക്കഥകളൊക്കെ അതിന്റെ അടിയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അത് നോക്കണ്ട. ഇനി ഇതുകൂടെ പറയാം. അവിടുന്ന് എന്ത് ചെയ്തു? 5 വക്ത് ലാസ്റ്റ് പറഞ്ഞു. എന്നിട്ട് മൂസ അലൈഹി സ്വലാം പറഞ്ഞു, അതും കുറച്ച് ചോദിച്ചോ. 3 വക്തിക്ക് ചോദിച്ചോ. ജഗന്നൂര് പറഞ്ഞില്ലേ, നിസ്കരിച്ച് കൊയങ്ങിയവർക്കും നിസ്കരിക്കാത്തവർക്കും ഒരുപോലെ സ്വർഗം. മുബറ പുസ്തകത്തിന്റെ പേരാണ്. അപ്പൊ 3 വക്തുള്ളൂ എന്നാ പറഞ്ഞത്. ഖുർആനിൽ 3 വക്തുള്ളൂ എന്നാണ്, അല്ല 5 വക്ത് ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി ഞാൻ അള്ളാഹ് നമുക്ക് പോകില്ല. അങ്ങനെ ആ 5 വക്ത് തന്നെ 50 വക്തിന്റെ പ്രതിഫലം കിട്ടും. ഇനി സ്വർഗത്തിന്റെ യാത്രക്കിടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു മറന്നുപോയി. പിന്നെ ഉജിതത്തു റാഹിയത്തെ തൊയ്യും, ഒരു നല്ല സുഗന്ധം അങ്ങനെ അടിച്ചു വീശി, ഭയങ്കര സുഗന്ധം, ആസ്വദിച്ചിട്ട് മടുക്കാത്ത തരത്തിലുള്ള സുഗന്ധം. ദുനിയാവിലെ ഒരു നല്ല സുഗന്ധം നമുക്കറിയാം, അതിലേക്ക് എത്രയോ അപ്പുറമാണ്. മാ ഹാദി റാഹിത്തും തൊയ്യബ, ഇത് ഏതാണ് ഈ തൊയ്യബായ സുഗന്ധം എന്ന് ചോദിച്ചു. ആദി റാബിനെ അപ്പൊ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ആദി റാഹിനത്തും ആഷിദത്തുൻ ഇബ്നത ഫിർഔന ഔലാദിഹാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫിർഔന്റെ കൊട്ടാരത്തിൽ, ഫിർഔന്റെ ശരീഅത്തനുസരിച്ച് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊട്ടാരത്തിൽ ദാസ്യവേല ചെയ്തിരുന്ന ഒരു പെണ്ണിന്റെയും ആ പെണ്ണിന്റെ 6 മക്കളുടെയും ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്ന സുഗന്ധമാണ്. സ്വർഗത്തുനിന്ന് ഈ കുട്ടികളെയും ഭാര്യന്റെയും ഈ പെണ്ണിന്റെയും മേത്തുനിന്ന് അടിച്ചു വീശുകയാണ്. മാ ഷഗനുഹ, എന്താ പത്രമാത്രം പ്രത്യേകത നിങ്ങൾക്ക്? ബൈനഹിയ തംഷിയത്തു ഇബ്നത്തു ഫിർഔന ദാത യൗമൻ. ജിബ്രീൽ അലൈഹി സ്വലാം കഥ വിശദീകരിക്കുകയാണ്. ഫിർഔന് ആൺമക്കളില്ല, ഒരു പെൺകുട്ടി ഉണ്ടായിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ മുടി ഇങ്ങനെ ചീകി കൊടുക്കുന്ന പണിയാണ് ആർക്കുണ്ടായിരുന്നത്? ഈ പെണ്ണിനുണ്ടായിരുന്നത്. അപ്പൊ ഈ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചീർപ്പ് കയ്യിൽ നിന്ന് എന്ത് ചെയ്തു?
സ്ലിപ്പായി താഴെ വീണു. അപ്പൊ ഈ സ്ത്രീ ബിസ്മില്ല അള്ളാന്റെ നാമത്തിൽ മനസ്സ് ഏർപ്പെടുത്തും. നിങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പൊ അബി അലൈഹ ഉടനെ പെണ്ണ് ചോദിച്ചു, അള്ളാന്റെ നാമം എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്നാണ് എന്താ അള്ളാഹിന്റെ നാമം. അവിടുത്തെ അള്ളാരാ? ഈജിപ്തിലെ അള്ളാരാ? അന റബ്ബുക്കുൽ അല്ല, ഞാനാണ്. അപ്പൊ അബി അലൈഹ അള്ളാന്റെ നാമത്തിൽ പറഞ്ഞാൽ ഫിറഔന്റെ നാമത്തിലാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ഈ പെണ്ണ് ഫിറഔന്റെ മകള് ചോദിച്ചു, നിങ്ങൾ അബി അലൈഹ എന്റെ വാപ്പാനെ ചേർത്തിട്ടാണോ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ അപ്പൊ പറഞ്ഞില്ല, അല്ല, വലാക്കിൻ റബ്ബി വ റബ്ബു അബീഖല്ലാ, ഇന്ത്യ അന്റെയും അന്റെ വാപ്പാന്റെ ഒക്കെ അള്ളാന്റെ പേരിലാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അള്ളാഹു യഥാർത്ഥ അള്ളാഹ് മൂസ അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തിയ റബ്ബിൽ വിശ്വസിക്കുന്നു. ഉഖ്ബിറു ബിദാലിക് എന്ന് അതിന്റെ ഉപ്പാനോട് ഞാൻ പറയുന്നതാണ്. ഫിറഔനോട് പറഞ്ഞ സ്ഥിതി എന്താ? ആ കൊട്ടാരത്തിൽ ജനിച്ച് ജീവിക്കുന്ന, അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന പെണ്ണാണത്. കാലത്ത് ഓള് പറഞ്ഞു കൂളായിട്ട് നീ പറഞ്ഞോ, ഒരു പ്രശ്നമില്ല. ഫദാഹ ഉടനെ തന്നെ ഭടന്മാര് പിടിച്ചുകൊണ്ടേയി ഫിറഔന് മുമ്പിൽ നിർത്തി. വഇന്നലക റബ്ബൻ ഗൈരി, പെണ്ണെ ഞാനല്ലാത്തൊരു റബ്ബനക്കുണ്ടോ? ഈജിപ്തിന്റെ റബ്ബ് ഞാനാണ്, ഞാനല്ലാത്ത റബ്ബിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? കാലത്തിലാ പെണ്ണൊന്നുണ്ട്. റബ്ബി റബ്ബുക്കല്ലാ, നിങ്ങളുടെയും എന്റെയും അള്ളാഹു ആയ മൂസ അലൈഹി സ്വലാം പറഞ്ഞ റബ്ബിലും വിശ്വസിക്കുന്നതാണ്. ഉടനെ തന്നെ വലിയൊരു തീക്കുണ്ടാരം കൊണ്ടുവന്നു, വലിയൊരു ഈപ്പക്കുറ്റി തീ കത്തിച്ചു. കത്തിച്ചിട്ട് എന്ത് ചെയ്തു? ആ പെണ്ണിന്റെ ആദ്യത്തെ മകനെ പിടിച്ച് അതിൽ കിട്ടും. ബന്ധുരുക്കി പൊട്ടിയാണ്, ഒരു മാറ്റവുമില്ല. വിശദീകരിക്കുക. അപ്പൊ പിന്നെ ഇതൊക്കെ ഷെയ്ഖ് നാസർ അൽബാനി വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സ്വഹിഹ. അപ്പോ ആ കുട്ടിനെ ഇട്ടു, രണ്ടാമത്തെ കുട്ടിനെ ഇട്ടു, മൂന്നാമത്തെ കുട്ടിനെ ഇട്ടു, 5 കുട്ടികളെ ഇട്ടു. ഈ കുട്ടിക്ക് അമ്മക്ക് ഒരു ഈമാനിക ചാഞ്ചല്യമില്ല. 2 വയസ്സുള്ള മുലകുടി പ്രായം, മുലകുടി പറ്റാത്തൊരു കുട്ടിയുണ്ട്. ആ മുലകുടി നിർത്താത്ത കുട്ടി, ആ കുട്ടിനെ ഭടന്മാര് മാറുന്നത് പിടിച്ചു. ആ പിടിച്ചിട്ട് കണ്ട് ഇടാൻ നിന്നപ്പം എന്ത് ചെയ്തു? ഉമ്മാന്റെ മനസ്സ് ഒന്നാണ് പതറി. വിശ്വസിച്ചാലോ ഇത് മാറ്റി പറഞ്ഞാലോ എന്നുള്ള തോന്നലല്ല, ഒന്ന് പതറിപ്പോയി. പതറിയപ്പോൾ ഉടനെ അള്ളാഹു തആല അവിടെ വലിയൊരു കറാമത്ത് വെളിപ്പെടുത്താൻ ആ കുട്ടിയിലൂടെ. ആ കുട്ടി സംസാരിച്ചു. ചരിത്രത്തിൽ 3 മക്കളാണ് മുലകുടി പ്രായത്തിൽ സംസാരിച്ചത്. അതിൽ പെട്ട ഒരു കുട്ടിയാണത്. ആ കുട്ടി പറഞ്ഞു എന്ത്? പിന്നെ യാ ഉമ്മി, ഉമ്മ ഉഖ്തുമി, നിങ്ങൾ ഒരിക്കലും ബേജാറാണ്ട, കരയണ്ട, പേടിക്കണ്ട. ഫഇന്ന അദാബ ദുനിയ അഹ്വനു മിൻ അദാബിൽ ആഖിറ, പരലോകത്ത് നരക ശിക്ഷയേക്കാൾ എത്രയോ ശിക്ഷ കുറവാണ് ഇപ്പൊ ഒരിക്കൽ തീ കൊണ്ടാലും. മാത്രമല്ല തീക്ക് നമ്മൾ വീണാൽ നമ്മൾ മിനിറ്റുകൾ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ മരിച്ചു. നമ്മൾ നേരെ പോണത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ്. പിന്നെ എന്തിനാ ബന്ന നരകത്തിൽ നിങ്ങൾ പേടിക്കണേ? ആ കുട്ടിയെ ഈമാൻ നോക്കി. അങ്ങനെ ആ ഉമ്മ എന്ത് ചെയ്തു? ഫിറഔനോട് പറഞ്ഞു, ഇന്നി ഇലൈക്കൽ ഹാജ, എനിക്കൊരു ആവശ്യം പറയാണ്ട്. എന്താന്ന് ചോദിച്ചു. ഉഹിബ്ബു അൻ തജ്മഅ ഇലാമി വ ഇലാമ വലദി ഫീ സൗബി വാഹിദിൻ വ തബ്സീലനാ, നിങ്ങൾ എന്റെ അസ്ഥികൂടവും എന്റെ 6 മക്കളുടെ അസ്ഥികൂടവും ഇത് വന്നിരിക്കുക എല്ലുണ്ടാവുമല്ലോ, ആ എല്ലെല്ലാം കൂടി നിങ്ങൾ എവിടെ കൊണ്ടുപോകും? അതെല്ലാം കൂടി ഒറ്റ തുണിയിൽ പൊതിഞ്ഞ് നല്ല രൂപത്തിൽ കബറിൽ വെക്കണം എന്നാണ്. അതുപോലെ സമ്മതിച്ചു. അങ്ങനെ ഈ ഉമ്മയെയും 6 മക്കളെയും ആ തീ കൊണ്ടാർത്തിട്ട് ഉരുക്കി കളഞ്ഞു ഫിറഔൻ. ആ കുട്ടിയും ആ ഉമ്മയും ആ കുടുംബം സ്വർഗത്തിലെത്തി. മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ആസ്വദിച്ചപ്പോൾ ഇത് അവരുടെ ശരീരത്തിൽ നിന്ന് വരുന്ന സുഗന്ധമാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ത്യാഗത്തിന്റെ കനൽപദങ്ങളിലൂടെ അല്ലാതെ എക്സിക്യൂട്ടീവ് ജീവിതത്തിൽ സ്വർഗമില്ല. അല്ല, കുണ്ടും കുഴിയും പരീക്ഷണങ്ങളും താണ്ടണം. അല്ലാഹു തആല ഇത് മനസ്സിലാക്കി ഈമാനോടുകൂടി ജീവിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റവും അള്ളാഹു തരുമാറാകട്ടെ. നാളെ അള്ളാഹു തൃപ്തിപ്പെട്ട ഈ അമ്പിയാക്കളുടെ, റസൂലിന്റെ, സ്വഹാബത്തിന്റെ, അവരുടെ ഒക്കെ ഭാര്യമാരുടെ മക്കളുടെ കൂടെ സ്വർഗത്തിൽ ഒരു അയൽവാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.